ഞാൻ ഇന്നലെ ആശുപത്രി കിടന്നപ്പം എന്നെ ഒന്ന് കാണാൻ പോലും വരാൻ സമ്മതിക്കാതെ നീ അവനെ പിടിച്ചു വെച്ചില്ലേ? അനാവശ്യം പറയരുത്. എന്തോന്ന് അനാവശ്യം പറയരുത്. ആ പിന്നെ അമ്മ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മനു എന്റെ കൂടെ പോയത്. അല്ല ഞാൻ പിടിച്ചൊന്നും വെച്ചില്ല. അയ്യോ എന്റെ അമ്മ ബുദ്ധിമുട്ട്. പാവം എന്റെ മോന്. എന്ന് നീ ഇവിടെ വലത് കാലം വെച്ച് കേറിയോ അന്ന് തുടങ്ങിയതാ അവന്റെ മദ്യപാനം. അയ്യോ പാവം. 2-3 കൊല്ലല്ലേ ആയുള്ളൂ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട്. അതിന് മുന്നേ അമ്മയിലെ നോക്കിയത്. അപ്പൊ ഫുള്ള് ഉത്തരവാദിത്വം അമ്മയ്ക്ക് തന്നെ. ആ കുറച്ച് ഉത്തരവാദിത്വം മോന്റെ തലയിലങ്ങ് വെച്ച് കൊടുക്കാത്ത എന്ത്? അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ ആ സുരഭി പിക്കിൾസിന്റെ ഉത്തരവാദിത്തം എല്ലാം കൂടെ അവനെ അങ്ങ് ഏൽപ്പിക്കേ. അയ്യോ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം വരും എന്ന് വിചാരിച്ചിട്ടാണ് അണ്ണ അതിലോട്ട് വരാത്തത്. അയ്യോ എനിക്ക് എന്തോന്ന് വിഷമം? എന്റെ മോനും മരുമോളും കൂടെ ഒന്നിച്ചൊരു ബിസിനസ് ചെയ്യുന്നതിന് സന്തോഷമല്ലേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് അതിൽ വിഷമമൊന്നുമില്ലേ? ഒരു വിഷമവും ഇല്ല. എന്റെ മോനായതുകൊണ്ട് പറയല്ല, എന്തെങ്കിലും അവന് സുരഭി പിക്കിൾസിന്റെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രഹാസൻ പിക്കിൾസിന് ഒന്നും ഒരു ഭീഷണിയേ അല്ല. പാവം മോനെ. അയ്യോ ചായ. ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെ. നടക്കുന്നുണ്ട്. ആണോ മിസ്റ്റർ ഓൺസ്? എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എന്താടാ നിനക്ക് ജോലിയെല്ലാം കിട്ടിയോ? ജോലിയോ? എന്ത് ജോലി? ആ മനസ്സിലായി. എന്നാടാ നീ നിന്റെ ഭാര്യയുടെ കമ്പനിയിൽ എം ഡി ആയിട്ട് കയറാൻ പോലെ. നീ പോയടാ അവിടുന്ന്. ഭാര്യയുടെ കമ്പനി എം ഡി ആയിട്ട് കയറി പോയി. എം ഡി എന്നല്ലേ ചോദിച്ചോളൂ, ഞാൻ എം ഡി ഒന്നും ചോദിച്ചില്ലല്ലേ. നീ ഇങ്ങനെ എന്നെ കളിയാക്കിച്ചോ? എന്റെ അമ്മയുണ്ടല്ലോ, അമ്മ എന്റെ പുറകെ നടന്നതാണ്. ചന്ദ്രഹാസൻ പിക്കിൾസിന്റെ എം ഡി ആവുമോനെ എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയായിരുന്നു. അതിനാണ് ഒരുമാതിരി ആക്കിയ പറച്ചിൽ. അല്ലേ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാൻ ആക്കി പറയൂ. ഇനി എന്താണ് ഭാവി പരിപാടി? ഭാവി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ സ്റ്റേറ്റ്സിലേക്ക് ചാടണം. അത് നീ ഇവിടെ നിന്നില്ല, എന്നിട്ട് വേറെ സ്റ്റേറ്റിലോട്ട് ചാട്. എടാ ഈ കേരളത്തിലൊന്നും ഒരു വികസനം ഇല്ലടിയാ. ഇവിടെ ഒന്നുമില്ല. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഡെവലപ്മെന്റ് നടക്കുന്നില്ല. മാത്രമല്ല എന്റെ ഐഡിയാസ് ഒക്കെ മനസ്സിലാവുന്ന ആൾക്കാരുള്ള എല്ലാം US-ലാണ്. എന്നാലും എനിക്ക് അവിടെ പോയിട്ടുള്ള പ്ലാൻസ് എല്ലാം പദ്ധതികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ സ്പോൺസർ ഒക്കെ ആയോ? സ്പോൺസർ ആയിട്ടില്ല, അതോടനെ സെറ്റ് ആവും. എടാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടേ ഇതുപോലൊരു കപ്പ് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ചായ വേണം? ഹോർലിക്സ്. എടാ നിനക്ക് വീട്ടിൽ നിന്ന് ഒരു മാസം 10,000 രൂപ കിട്ടത്തില്ലടാ പ്രതീക്ഷേ. അത് മാത്രമല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നിനക്ക് അവിടെ ഉണ്ട്. എന്റെ പൊന്നളി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 15,000 രൂപയുടെ ഒരു 2 ദിവസത്തെ ചെലവിന് പോലും തികത്തില്ല. മിക്കവാറും 1.5 ദിവസം കൊണ്ടാ തീരാ. അത് ഏത് ദിവസം തീരുന്നത് നിനക്കറിയാം? ഏതാ? നീ ഞാൻ ഒരുമിച്ചുള്ള ദിവസം. ചേട്ടാ ഒരു ഹോർലിക്സ്. ഞാൻ പൈസ തരാം. ഹോർലിക്സ് തന്നെ കൊടുത്തോ.